നമസ്കാരം. കണിക്കൊന്നുകൾ പൂത്തുലഞ്ഞ ഈ പുണ്യവേളയിൽ സമസ്ത ലോകത്തിനും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രമായ ചന്ദ്രന്റെ പ്രിയതമയായ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം എപ്രകാരമായിരിക്കും? സ്നേഹവും സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേർന്ന രോഹിണി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ അല്പം വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്നവരാണ്. എന്നാൽ 2026 വിഷു നിങ്ങൾക്ക് നൽകുന്നത് പ്രായോഗിക ബുദ്ധിയും കാര്യങ്ങളെ പക്വതയോടെ കാണാനുള്ള ഉൾക്കാഴ്ചയുമാണ്. നിങ്ങൾ ഇതുവരെ വിതച്ച വിത്തുകൾ കൊയ്തെടുക്കാനുള്ള കാലമായി ഇതിനെ കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം: ഇത് തികച്ചും ഒരു പൊതുവായ ജ്യോതിഷഫലമാണ്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലകളുടെയും ദശാസന്ധികളുടെയും അടിസ്ഥാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാവുന്നതാണ്. ആയതിനാൽ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രത്തോടൊപ്പം പേരുകൂടി കമന്റിൽ രേഖപ്പെടുത്തുക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. പ്രപഞ്ചത്തിലെ 27 നക്ഷത്രങ്ങളിൽ ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളും സൗന്ദര്യത്തിന്റെയും സമ്പന്നതയുടെയും പ്രതീകവുമായ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷുക്കാലം വെറുമൊരു മാസം എന്നതിലുപരി വലിയൊരു സാമ്പത്തിക പരിവർത്തനത്തിന്റെ നാന്ദി കുറിക്കലാണ്. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ഭൗതിക സുഖസൗകര്യങ്ങളിലും സാമ്പത്തിക ഭദ്രതയിലും വിശ്വസിക്കുന്നവരാണ്. ശുക്രന്റെ രാശ്യാധിപത്യവും ചന്ദ്രന്റെ നക്ഷത്രനാഥത്വവും ഒത്തുചേരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം സവിശേഷമായ പല ജ്യോതിഷ മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു. വിധിയുടെ വിളയാട്ടത്തിൽ തളർന്നുപോയ ഹൃദയങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഏറ്റവും വലിയ കൈനീട്ടം. നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചുപിടിക്കാനും തടസ്സങ്ങൾ ഓരോന്നായി തകർത്തെറിയാനും കാലം നിങ്ങൾക്കായി കരുതിവെച്ച ആ മഹാമാറ്റമെന്താണ്? 2026 ഏപ്രിൽ മാസം മലയാളികൾക്ക് ഐശ്വര്യത്തിന്റെ ഉത്സവമായ വിഷുവിന്റെ മാസമാണ്. വിഷു കൈനീട്ടമെന്നത് കേവലമൊരു ആചാരമല്ല, മറിച്ച് ആ വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സാമ്പത്തിക ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ വ്യാഴം, ശനി, ശുക്രൻ എന്നിവരുടെ സ്ഥാനങ്ങൾ നിങ്ങളുടെ ധനഭാവത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് കാണാം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ തടസ്സങ്ങൾക്കും ഈ മാസം വിരാമമിടാൻ പോകുകയാണ്. ജ്യോതിഷശാസ്ത്രമനുസരിച്ച് 2026 ഏപ്രിൽ മാസത്തിലെ ആദ്യ പകുതിയിൽ സൂര്യൻ മീനം രാശിയിലും പിന്നീട് മേടം രാശിയിലേക്കും പ്രവേശിക്കുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് സൂര്യന്റെ ഈ സംക്രമണം ചിലവുകൾ വർദ്ധിപ്പിക്കുമെങ്കിലും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായ നിക്ഷേപങ്ങളിലേക്കായിരിക്കും വഴി തുറക്കുക. നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വീടുപണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ പഴയ ബാധ്യതകളിൽ നിന്ന് മോചനം നേടാനോ ഉള്ള വിസ്മയിപ്പിക്കുന്ന അവസരങ്ങൾ ഈ മാസത്തിന്റെ പകുതിയോടെ നിങ്ങളെ തേടിയെത്തും. ഈ വർഷത്തെ വിഷുക്കണി കാണുമ്പോൾ അത് വെറും ഫലവർഗ്ഗങ്ങളുടെയും സ്വർണത്തിന്റെയും കാഴ്ചയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു മികച്ച ഭാവിയുടെ സൂചനയാണ്. രോഹിണി നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ കഴിവുകൾ പുറത്തെടുക്കാനും ലോകത്തിനു മുന്നിൽ തങ്ങളുടേതായ ഒരു സ്ഥാനമുറപ്പിക്കാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. കുടുംബത്തിലും തൊഴിൽ മേഖലയിലും നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. രോഹിണി നക്ഷത്രക്കാർക്ക് സാധാരണയായി അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് പ്രശസ്തിയും അംഗീകാരവും. 2026 വിഷുഫലം സൂചിപ്പിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തുമെന്നാണ്. ഒരുപക്ഷേ നിങ്ങൾ വിസ്മരിച്ചുപോയ നിങ്ങളുടെ പഴയ കഴിവുകൾ പുനരാവിഷ്കരിക്കാനും അതിലൂടെ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടാനും ഈ വർഷം വഴിയൊരുങ്ങും. വിഷു കൈനീട്ടമെന്നതുപോലെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്നതായി തോന്നിയ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷുസൂര്യൻ പുതിയ വഴികൾ വെട്ടിത്തുറക്കും. അത് വിദേശയാത്രയാകാം, പുതിയൊരു വീടാകാം, അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയാകാം. എന്തുതന്നെയായാലും ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങളുടെ ഒരു തിരമാല തന്നെ സൃഷ്ടിക്കും. ഉദ്യോഗം, സ്വകാര്യ മേഖലയിലുള്ളവർക്ക് ഇൻക്രിമെന്റോ ബോണസോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും കൈവരും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ശമ്പളത്തോടെ പുതിയ അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ് വിപുലീകരിക്കാൻ ആവശ്യമായ മൂലധനം കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ല. ബാങ്ക് വായ്പകൾ എളുപ്പത്തിൽ അനുവദിക്കപ്പെടും.
പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ലാഭവിഹിതം വർദ്ധിക്കും. കയറ്റുമതി ഇറക്കുമതി മേഖലയിലുള്ളവർക്ക് ഏപ്രിൽ 3-ാം വാരത്തോടെ വലിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൃഷി കാർഷികാദായം വർദ്ധിക്കുന്ന സമയമാണ്. നാളികേരം, റബ്ബർ, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. ഹൈടെക് കൃഷിയിലോ പോളിഹൗസ് ഫാമിംഗിലോ നിക്ഷേപം നടത്താൻ അനുകൂല സമയമാണ്. നിക്ഷേപം ബ്ലൂ ചിപ്പ് ഓഹരികളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്നത് ഗുണകരമാകും. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ മാസത്തിന്റെ 2-ാം വാരം അനുയോജ്യമാണ്. എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. റിയൽ എസ്റ്റേറ്റ് സ്വന്തമായി വീടോ സ്ഥലമോ വാങ്ങാൻ അനുകൂലമായ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. പിതൃസ്വത്ത് ലഭിക്കാനോ തർക്കങ്ങളിൽ തീരുമാനമാകാനോ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചെലവുകൾ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം വിഷു ആഘോഷങ്ങൾക്കും മറ്റുമായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. അതിനാൽ ഒരു ബജറ്റ് തയ്യാറാക്കി മുന്നോട്ടു പോകുക. ആരോഗ്യം കുടുംബത്തിലെ പ്രായമുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾക്കായി പണം മാറ്റിവെക്കേണ്ടി വരും. ഇൻഷുറൻസ് പോളിസികൾ പുതുക്കാൻ ശ്രദ്ധിക്കണം. കടബാധ്യതകൾ പഴയ കുടിശ്ശീറുകൾ തീർക്കാൻ ഈ മാസത്തെ വരുമാനം സഹായിക്കും. എന്നാൽ അനാവശ്യമായ പുതിയ കടബാധ്യതകൾ, പ്രത്യേകിച്ച് ഉയർന്ന പലിശയുള്ള വ്യക്തിഗത വായ്പകൾ ഒഴിവാക്കുക. വിശ്വസ്തത പണമിടപാടുകളിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അമിതമായി വിശ്വസിക്കരുത്. ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. സാമ്പത്തിക രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. പരിഹാരമാർഗങ്ങൾ: സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ മഹാലക്ഷ്മിയെ ഭജിക്കുക. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുക. ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്തുകയോ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുക. സാമ്പത്തിക അഭിവൃദ്ധിക്കായി പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് ശുഭഫലങ്ങൾ നൽകും. വിധിയുടെ പരീക്ഷണങ്ങൾക്കിടയിലും തളരാത്ത മനസ്സിനുള്ള പ്രപഞ്ചത്തിന്റെ സമ്മാനമാണ് ഈ വരുന്ന മാറ്റങ്ങൾ. രോഹിണി നക്ഷത്രക്കാരെ, വിശ്വസിക്കുക, നിങ്ങളുടെ നല്ല കാലം ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഐശ്വര്യ പുലരിക്ക് സാക്ഷിയാകാൻ ആസ്ട്രോടോക്സ് മലയാളം എന്നും ഒപ്പമുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചോ മറ്റ് സംശയങ്ങളെക്കുറിച്ചോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ നക്ഷത്രഫലങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകുക. ഈ വിഷുക്കാലം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.